إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 88ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ട അവതരിച്ചായത്താണ്. ഫമാലക്കും നിങ്ങൾക്കെന്ത് പറ്റി, മുഅ്മിനീങ്ങളെ സത്യവിശ്വാസികളെ നിങ്ങൾക്കെന്ത് പറ്റി എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. ഫിൽ മുനാഫിഖീന മുനാഫിക്കീങ്ങളിൽ, അതായത് മുനാഫിക്കുകളുടെ കാര്യത്തിൽ ഫിഅത്തൈനി നിങ്ങൾ രണ്ട് കക്ഷികളായി മാറാനുള്ള കാരണം എന്താണ്? അതായത് അന്നത്തെ മക്കത്ത് ആ മുഅ്മിനീങ്ങളുടെ കൂടെ മദീനത്തേക്ക് ഹിജറ പോകാൻ വിസമ്മതിച്ചുകൊണ്ട് മുശ്രിക്കീങ്ങളുടെ കൂടെ തന്നെ കഴിഞ്ഞിരുന്ന ആ മുനാഫിക്കീങ്ങളെ കുറിച്ചാണ് അല്ലാഹു ഈ പറയുന്നത്. അതായത് പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങളായി അഭിനയിക്കുകയും മുസ്ലിമീങ്ങളോട് സ്നേഹബന്ധം പുലർത്തുകയും ചെയ്ത ആ മുനാഫികളുടെ കാര്യത്തിൽ മുഅ്മിനീങ്ങൾ രണ്ട് വിഭാഗക്കാരായി. അവർ നല്ല മുഅ്മിനീങ്ങൾ തന്നെയാണ്. അവർ ചില പ്രതിസന്ധികളും പല വിഷമങ്ങളും കൊണ്ട് അവർ ഹിജറ പോകാത്തതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ട് വിഭാഗങ്ങളായി. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരിക്കലുമല്ല അവർ കപട വിശ്വാസികളാണ്, യഥാർത്ഥ വിശ്വാസികളെയല്ല എന്ന് ആദ്യ കാലഘട്ടത്തിൽ മുഅ്മിനീങ്ങൾക്ക് കൃത്യമായവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം മദീനത്ത് വെച്ച് കൃത്യമായും വ്യക്തമായും സുവ്യക്തമായും അല്ലാഹു മുനാഫിക്കുകളെ കുറിച്ച് ഒരുപാട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യ കാലഘട്ടത്തിലാണ്. നോക്കൂ നിങ്ങൾ. അല്ലാഹു ആകട്ടെ അർക്കസും അവരെ മറിച്ചിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ പൂർവസ്ഥിതിയിലേക്ക്, അവരുടെ ആ ജാഹിലിയത്തിലേക്ക് അവരെ മറിച്ചിട്ടിരിക്കുകയാണ്. ബിമാ കസബു അവർ സമ്പാദിച്ച നിമിത്തം, അവർ പ്രവർത്തനം നിമിത്തം. നോക്കൂ നിങ്ങൾ, അവരുടെ കപട പ്രവർത്തനങ്ങൾ നിമിത്തം അവർ അല്ലാഹു മറിച്ചിട്ടിരിക്കുകയാണ്. അത്തുരീദൂന മുഅ്മിനീങ്ങളെ നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ? അൻ തഹ്തദു സന്മാർഗത്തിലാക്കുന്നതിന് വേണ്ടി. അല്ലാഹു വഴിപിഴവിലാക്കിയവനെ, അല്ലാഹു വഴിപിഴവിലാക്കിയവനെ സന്മാർഗത്തിലാക്കാനാണ് മുഅ്മിനീങ്ങളെ നിങ്ങൾ ഉദ്ദേശിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് കടുത്ത താക്കീതാണ് മുസ്ലിമീങ്ങൾക്ക് നൽകുന്നത്. അല്ലാഹു ആരെ വഴിപിഴവിലാക്കുന്നുവോ ഫലൻ തജിദ ലഹു സബീല, അവൻ ഒരിക്കലും ഒരു മാർഗവും കണ്ടെത്തില്ല എന്ന് പറഞ്ഞാൽ അവന് സന്മാർഗം, നേരായ മാർഗം കണ്ടെത്താൻ കഴിയില്ല. ആരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിപിഴവിലാക്കുന്നത്? കടുത്ത ശിർക്കിലും കുഫറിലും ശടിച്ചു നിന്നുകൊണ്ട് അങ്ങേയറ്റത്തെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി തർക്കബുദ്ധിയോടുകൂടി ആ കുഫറിലും ശിർക്കിലും ശടിച്ചു നിൽക്കുന്നവനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിപിഴവിലേക്ക് മാറ്റുന്നത്. അല്ലാഹുവാണ് എല്ലാ സത്യവും അസത്യവും സൃഷ്ടിക്കുന്നത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.